നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ കോഴിക്കോട് നടന്ന ചിന്തൻ ശിബിരത്തിന് ശേഷം 26 തീരുമാനങ്ങളാണ് കോൺഗ്രസിന്റെ അന്നത്തെ KPCC അധ്യക്ഷനായ കെ സുധാകരൻ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തുമ്പോൾ ഇവയിൽ ഏതെല്ലാം പാലിക്കപ്പെട്ടു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുന്നോടിയായി ഏതെല്ലാമായിരുന്നു ആ 26 തീരുമാനങ്ങളെന്ന് ആദ്യം നോക്കാം. 1. തുടർ ഭരണം കേരളത്തിന് സർവനാശമുണ്ടാക്കി. സംസ്ഥാനത്തിനും ജനതയ്ക്കുമുണ്ടാക്കിയ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും UDF-ഉം ഏറ്റെടുക്കും. രണ്ടാമത്തേത്, UDF-ന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തും. 3. ഇടതുപക്ഷ ആശയങ്ങളും പരിപാടികളുമുള്ള സംഘടനകൾക്ക് ഇന്ന് കേരളത്തിലെ തീവ്ര വലതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന മുന്നണിയിൽ അധികകാലം നിൽക്കാനാകില്ല. സ്വത്വം നഷ്ടപ്പെടുത്തി അധികാര പങ്കാളിത്തം എന്ന ഏക അജണ്ടയിൽ തൃപ്തരാകാത്ത കക്ഷികൾ കേരളത്തിലുണ്ട്. അവർക്ക് മുന്നണി വിട്ട് വരേണ്ടി വരും. UDF അവരെ സ്വാഗതം ചെയ്യും. നാലാമത്തേത്, കേരളത്തിൽ KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. ഉയർന്നു വരുന്ന തൊഴിലാളി സമരങ്ങളെ KPCC പിന്തുണയ്ക്കും. അഞ്ചാമത്തേത്, സംഘപരിവാറിന്റെയും CPM-ന്റെയും വിനാശകരമായ നയങ്ങളെ ആശയപരമായി പ്രതിരോധിക്കും. 6. കാര്യക്ഷമമായ സംഘടനയായി കോൺഗ്രസിനെ വളർത്തിയെടുക്കാൻ സാധിക്കണം. 7. KPCC മുതൽ ബൂത്ത് കമ്മിറ്റികളിൽ വരെ പുനഃസംഘടന പൂർത്തിയാക്കും. 8. പാർട്ടി ഭാരവാഹികളുടെ എണ്ണം പുനഃക്രമീകരിക്കും. 9. ഒന്നിലേറെ മണ്ഡലം കമ്മിറ്റിക്കുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിൽ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ പുനഃക്രമീകരണം നടത്തും. 10. KPCC രാഷ്ട്രീയകാര്യ സമിതി മാതൃകയിൽ ജില്ലാ നിയോജക മണ്ഡല തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കും. 11. പാർട്ടി അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ തലങ്ങളിൽ സംവിധാനം. 12. എല്ലാ പാർട്ടി പ്രവർത്തകർക്കും പരിശീലനം നിർബന്ധമാക്കും. ഇതിനായി വിപുലമായ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റുകൾ KPCC DCC തലത്തിൽ തുറക്കും. ഇതിനായി ഒരു പ്രത്യേക സിലബസും തയ്യാറാക്കും. 13. യുവാക്കൾക്കും വനിതകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും എല്ലാ തലത്തിലും പ്രാതിനിധ്യം ഉറപ്പാക്കും. 14. OICCയെ പുനരാവിഷ്കരിക്കും. എല്ലാ വിദേശ രാജ്യങ്ങളിലെയും കമ്മിറ്റികൾ അംഗത്വ വിതരണം നടത്തിക്കൊണ്ട് സമയബന്ധിതമായി പുനഃസംഘടിപ്പിക്കാനായി നടപടി സ്വീകരിക്കും. 16. പാർട്ടി പ്രക്ഷോഭങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കും. പ്രാകൃത സമര രീതികൾ മാറ്റണം. എല്ലാ പാർട്ടി അംഗങ്ങളും പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകണം. 17. പരിശോധിക്കുമ്പോൾ KPCCകളിലും DCCകളിലും ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കുമെന്നതാണ്. 18. എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി കമ്മിറ്റികൾക്കും ഭാരവാഹികൾക്കും അസൈൻമെന്റുകൾ നൽകുന്നതിനും പ്രവർത്തനം വിലയിരുത്തുന്നതിനും KPCCയിൽ പ്രത്യേക സംവിധാനം ഉണ്ടാകുമെന്നതാണ്. 19. ബൂത്ത് തലത്തിൽ ഫുൾ ടൈം പ്രവർത്തകരെ കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ വിനിയോഗിക്കും. 20. KPCCയുടെ സാഹിനി തിയേറ്റേഴ്സ് പ്രവർത്തനം പുനരാരംഭിക്കും. 21. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകണം. 22. ബൂത്ത് തലം മാത്രമല്ല COC വരെ സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിനാണ് അടുത്ത 6 മാസം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 23. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ പൊളിറ്റിക്കലാക്കും. സംഘടനയുടെ പ്രഖ്യാപിത നയങ്ങളെക്കുറിച്ചും എതിരാളികളുടെ ശക്തിയെക്കുറിച്ചും പ്രവർത്തകർ അറിയണം. ഇതിനായി നിരന്തര പരിശീലനം നടത്തണം. ജനാധിപത്യത്തിലും ഭരണഘടനാ മൂല്യങ്ങളിലും വിശ്വാസമുള്ള മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായി അവരെയെല്ലാം മാറ്റിയെടുക്കുകയും വേണം. 24. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകടകരമായ നാളുകളിൽ പ്രകൃതിയെ പ്രണയിക്കുകയും അതിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുകയും ചെയ്യാൻ തയ്യാറാകണം. 25. ഉറച്ച സ്ത്രീപക്ഷ നിലപാടുകളാകണം കോൺഗ്രസിന്റെ നിലപാടുകൾ. അവസാനത്തേത്, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെയും മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. ഇത്രയുമായിരുന്നു ആ 26 പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. പക്ഷേ വാസ്തവത്തിൽ ഇതിൽ ഒരെണ്ണം പോലും നടപ്പായിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. സംഘടനയുടെ പ്രഖ്യാപിത നയങ്ങളും എതിരാളികളുടെ ശക്തിയും അടക്കം പ്രവർത്തകരെ പഠിപ്പിക്കാൻ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഇതിനായി ഒരു പ്രത്യേക സിലബസ് തയ്യാറാക്കി KPCC DCC തലത്തിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റുകൾ തുറക്കുമെന്നുമെല്ലാം തന്നെ പാർട്ടി പറഞ്ഞിരുന്നു. മാത്രമല്ല എല്ലാ പാർട്ടി പ്രവർത്തകർക്കും പരിശീലനം നിർബന്ധമാക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ നടപ്പായിട്ടില്ല. മാത്രവുമല്ല ഏറെ സുപ്രധാനമായിരുന്ന പുനഃസംഘടന പോലും പൂർണ്ണമായി നടന്നിട്ടുമില്ല. കടുത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അവ ഉയർത്തിക്കൊണ്ടുവരിക എന്ന അജണ്ട രേഖയിൽ ഉണ്ടായിരുന്നിട്ട് പോലും കോൺഗ്രസ് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്.